3 ആഴ്ചയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായതായി സ്ഥിരീകരിച്ച് ഇറാൻ. എന്നാൽ തങ്ങളുമായി ചർച്ച നടന്നുവെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം വ്യാജ വാർത്തയാണെന്ന് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് എക്സിൽ കുറിച്ചു. യുഎസിൽ നിന്ന് ചില സന്ദേശങ്ങൾ ലഭിച്ചതായും അവ അവലോകനം ചെയ്തു വരികയാണെന്നും ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഘർഷം അയയുന്നതിൻ്റെ സൂചനകൾ നൽകി ഇറാനെതിരായ സൈനിക ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെച്ചതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ്റെ ഊർജ്ജ നിലയങ്ങൾ അതുവരെ ആക്രമിക്കില്ല, അതിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ വളരെ പുരോഗമിക്കുന്നതായും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പൂർണ്ണമായ പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി തൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഉപദേഷ്ടാവ് ജാരഡ് കുഷ്നറും ചർച്ചകൾ നടത്തിയതായും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ധാരണയായെന്നും ഇതെല്ലാവർക്കും ഗുണകരമായ ഒരു കരാറായി മാറുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇറാൻ US സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിൻ്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ സർക്കാരും മാധ്യമങ്ങളും. ക്രൂഡ് ഓയിൽ അടക്കമുള്ള വിപണിയെ കൃത്രിമമായി നിയന്ത്രിക്കാനായുള്ള വ്യാജ വാർത്തകളാണ് നിലവിൽ പടച്ചുവിടുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ആഗോള വിപണികളിൽ നേരിയ ഉണർവ് ഉണ്ടായിരുന്നു. എണ്ണവിലയും താഴുന്നു. ഇതാണ് ഇത്തരം വാർത്തകളിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയും ഇസ്രായേലും കുടുങ്ങിക്കിടക്കുന്ന ചതുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണിതെന്നും പാർലമെൻറ്റ് സ്പീക്കർ ഖാലിബാഫ് പ്രതികരിക്കുന്നുണ്ട്. ഇറാൻ്റെ പ്രതിരോധ നടപടികൾ തുടരുമെന്നും സൈനിക സമ്മർദ്ദം കൊണ്ട് ഹോർമുസ് കടലിടുക്കിലെ പഴയ സാഹചര്യം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നും ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചർച്ചകൾ സംബന്ധിച്ച വാർത്തകൾ നിഷേധിച്ചതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിനും സഖ്യകക്ഷികളെയും നേരിടാൻ പ്രത്യേക പദ്ധതികളുണ്ടെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പദ്ധതികൾ ആക്രമണകാരികളുടെ മനസ്സിൽ നിന്ന് ചർച്ചകളുടെ പ്രതീക്ഷ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ഇറാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ തെക്കൻ ഇസ്രായേലിലെ ഐലാത്തിലും ഡിമോണയിലും യെറൂഹാമിലും ഇറാൻ മിസൈലുകൾ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ജെറൂസലേമിൽ താമസിക്കുന്നവർ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായാണ് റിപ്പോർട്ടുകൾ. ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾക്കും കപ്പൽ ഗതാഗതത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനാണ് മധ്യസ്ഥർ എന്ന നിലയിൽ ഈജിപ്തും തുർക്കിയും പ്രധാനമായും ശ്രമിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനുമായി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു. ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകളിൽ തുർക്കി മുമ്പും മധ്യവർത്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. US-ഉം ഇറാനും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയോ എന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കാൻ വിസമ്മതിച്ചെങ്കിലും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെ US ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതായി തുർക്കി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട്. ഇറാനുമായി സന്ദേശങ്ങൾ കൈമാറിയതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുടെ ഓഫീസും അറിയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ശേഷം നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യം ഈ ചർച്ചകളിലൂടെ ശാശ്വതമായി പരിഹരിക്കപ്പെടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മേഖലയിലെ സംഘർഷം കുറയ്ക്കാനായി സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും സജീവ ഇടപെടലുകളുമായി രംഗത്തുണ്ട്.